ഹായ് സ്റ്റുഡൻസ്, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡെവലപ്പിംഗ് ആൻഡ് എൻഡ് യൂസർ ആപ്ലിക്കേഷൻ യൂസിങ് ആൻഡ്രോയിഡ് SDK എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇതിൽ യൂസ് ചെയ്യുന്ന ഓരോ പാർട്ടുകളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഹൈ ലെവൽ ആൻഡ്രോയിഡ് ജാവ APIs ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഡെവലപ്പ് ആൻ എൻഡ് യൂസർ ആപ്ലിക്കേഷൻ ഫോർ ആൻ ആൻഡ്രോയിഡ് ഹാൻഡ്ഹെൽഡ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നതെന്നില്ല നോക്കാം. ഒന്ന്, ആൻഡ്രോയിഡ് എമുലേറ്റർ. രണ്ട്, ആൻഡ്രോയിഡ് ഫൗണ്ടേഷണൽ കോമ്പോണൻസ്, UI പ്രോഗ്രാമിംഗ്, സർവീസസ്, മീഡിയ, ടെലിഫോണി, ആനിമേഷൻസ് എക്സെട്ര. ഇത്രയും കാര്യങ്ങൾ. അപ്പം ഇനി ഇതിൽ ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഫസ്റ്റ്, ആൻഡ്രോയിഡ് എമുലേറ്റർ. ആൻഡ്രോയിഡ് എമുലേറ്റർ നമുക്ക് എന്താണെന്നുള്ളത് നമുക്കറിയാം. എമുലേറ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, AVD അല്ലെ, ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആൻഡ്രോയിഡ് SDK ഷിപ്പ് വിത്ത് എക്ലിപ്സ് പ്ലഗിൻസിനെ നമ്മൾ ADT എന്നാണ് പറയാം. ആൻഡ്രോയിഡ് SDK ഷിപ്പ് വിത്ത് ആൻ എക്ലിപ്സ് പ്ലഗിനെ നമ്മൾ പറയാം ADT എന്നാണ് പറയാം. അതായത് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് IDE ഈസ് യൂസ്ഡ് ടു ഡെവലപ്പ് ആൻഡ് ഡീബഗിങ് ആൻഡ് ടെസ്റ്റിംഗ് ആൻഡ് ജാവ ആപ്ലിക്കേഷൻസ്. അതായത് ഒരു IDE ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എന്തിനാണ് യൂസ് ചെയ്യാം? അത് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനും ഡീബഗ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഒരു IDE. ആൻഡ് ആൻഡ്രോയിഡ് എമുലേറ്റർ ഈസ് ആൻ ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ്. അതായത് ആൻഡ്രോയിഡ് എമുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഒരു വെർച്വൽ മെഷീനാണ്. ആൻഡ്രോയിഡ് വെർച്വൽ മെഷീൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അതെങ്ങനെ റൺ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് വെർച്വൽ മെഷീൻ എന്തിനാണ്? നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണ എന്ത് ചെയ്യണം, അത് നമ്മൾ ഡിവൈസിൽ ആ സിസ്റ്റത്തിന് APK ഫയൽ ജനറേറ്റ് ചെയ്തിട്ട് ആ APK ഫയൽ നമ്മൾ ഫോണിൽ ഇട്ടിട്ട് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഡിവൈസിൽ കൊടുന്ന് ചെയ്യണം. അതിന് പകരം നമ്മൾ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ റിയൽ ഡിവൈസിനെ പോലെ തന്നെ ഒരു ഡിവൈസിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ടെസ്റ്റ് ചെയ്യാൻ ചെയ്യുക. അതാണ് എമുലേറ്റർ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻ ആൻഡ്രോയിഡ് എമുലേറ്റർ ദാറ്റ് ക്യാൻ ബി യൂസ് റൺ ഡീബഗിങ് ആൻഡ് ടെസ്റ്റിംഗ് ആൻഡ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഓൺ യുവർ PC. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നുകൊണ്ട് നമ്മൾ ആൻഡ്രോയിഡിൻ്റെ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ആൻഡ്രോയിഡ് എമുലേറ്റർ. ഓക്കെ, ആൻഡ്രോയിഡ് എമുലേറ്റർ ഈസ് പ്രൊവൈഡ് ഓൾമോസ്റ്റ് ഓൾ ഫങ്ഷണാലിറ്റീസ് ഓഫ് റിയൽ ഡിവൈസസ്. നമ്മൾ സാധാരണ ഡിവൈസസിൻ്റെ എല്ലാ ഫങ്ഷണാലിറ്റിയും കാര്യങ്ങളൊക്കെ എന്തുണ്ട്, ഇതിലും അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് ഒരു ഇൻകമിങ് കോൾ വരിക, ടെക്സ്റ്റ് മെസ്സേജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റും. ഇറ്റ് ഓൾസോ യൂസ്ഡ് ടു ലൊക്കേറ്റ് ഓഫ് ഡിവൈസ് ആൻഡ് സെൻഡ് ഡിഫറൻസ് നെറ്റ്വർക്ക് സ്പീഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മാത്രമല്ല, അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിൾ പ്ലേ സ്റ്റോർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, ആൻഡ്രോയിഡ് എമുലേറ്റർ തന്നെ അക്കംപ്ലിഷ് വിത്ത് നെറ്റ് ഇറ്റ്സ് വർക്ക് ത്രൂ ആൻ ഓപ്പൺ സോഴ്സ് ആണ്. ഓക്കെ, പ്രോസസ്സർ എമുലേറ്റർ ഓപ്പൺ സോഴ്സ് ആണ്, പ്രോസസ്സർ എമുലേറ്റർ ആണ്. ടെക്നോളജി യൂസ്ഡ് ടു QEMU എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ് എന്ത് ചെയ്യുന്നത്, ഈ എമുലേറ്ററിൽ യൂസ് ചെയ്യുന്നത്. QEMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് എമുലേറ്റർ ആണ്. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ക് എമുലേറ്റർ. അതായത് ക്വിക്ക് എമുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് എമുലേറ്റർ ആണ്. ഇറ്റ് എമുലേറ്റ് ദ മെഷീൻ പ്രോസസ്സർ ത്രൂ എ ഡൈനാമിക് ബൈനറി ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഈ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനാമിക് ബൈനറി ട്രാൻസാക്ഷൻസ് ആണ് ഇത് നടത്തുന്നത്. വിത്ത് ആൻഡ്രോയിഡ് എമുലേറ്റർ പ്രോസസ്സർ ഈസ് ബേസ്ഡ് ഓൺ, അതായത് ഇതിൽ ആൻഡ്രോയിഡ് എമുലേറ്ററിലുള്ള പ്രോസസ്സർ ഈസ് ബേസ്ഡ് ഓൺ അഡ്വാൻസ്ഡ് RISC മെഷീൻ, ARM ആണ്. ARM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32-bit മൈക്രോ പ്രോസസ്സർ ആർക്കിടെക്ചറാണ്, ബേസ്ഡ് ഓൺ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. അപ്പോൾ മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഒരു 32-bit മൈക്രോ പ്രോസസ്സറാണ് ARM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്താണ്, റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിംഗ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ സിംപ്ലിസിറ്റി, അതേപോലെ തന്നെ സ്പീഡ്, അതേപോലെ തന്നെ കുറഞ്ഞ ഇൻസ്ട്രക്ഷൻ സെറ്റ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ARM ഈസ് വൈഡ്ലി യൂസ്ഡ് ടു ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഡിവൈസസിലും കാര്യങ്ങളൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ, ലോ പവർ കൺസപ്ഷനാണ്. നമ്മളിപ്പോൾ ഫോണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാറ്ററിയിലെ ചാർജ് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പവറും കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ എന്താ, ബാറ്ററി നമുക്ക് മതിയാവാതെ വരും. അതുകൊണ്ട് തന്നെ ലോ പവർ കൺസപ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ടെക്നോളജിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ARM. അതുകൊണ്ട് തന്നെയാണ് ARM ഇതിലെ ടെക്നോളജി യൂസ് ചെയ്യുന്ന മൈക്രോ പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ,
ഇത് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റാണ്, അതേപോലെ തന്നെ റിയൽ ഡിവൈസസിനേക്കാളും ഫാസ്റ്റും കാര്യങ്ങളും, അതായത് റിയൽ ഡിവൈസസിനെ പോലെ തന്നെയാണ്, അതുപോലെ തന്നെ അതിനേക്കാളും ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, നമ്മളെ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാനൊക്കെ പോസിബിൾ ആക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, MVD അല്ലാതെ, അതായത് നമ്മളെ വെർച്വൽ ഡിവൈസിലല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാം. എങ്ങനെ, USB ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളെ ഫോണായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന APK നമ്മളെ USB കേബിളിലൂടെ അതിൽ ഡിവൈസൊക്കെ കൊണ്ടുവന്നിട്ട് വേണം റൺ ചെയ്യാനും കാര്യങ്ങൾ. അപ്പോൾ എന്താണ്, അത് സ്ലോ ആണ്. അങ്ങനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മളെ വെർച്വൽ ഡിവൈസ് റിയൽ ഡിവൈസിനേക്കാളും വളരെ ഫാസ്റ്റാണ് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തതായത് ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് യൂസർ ഇൻ്റർഫേസ് ആണ്. ആൻഡ്രോയിഡ് യൂസർ UI ഫ്രെയിംവർക്ക് ദാറ്റ് റീസംബിൾ അതർ ഡെസ്ക്ടോപ്പ് ബേസ്ഡ് ഫുൾ ഫീച്ചേഴ്സ് ഓഫ് UI. അപ്പോൾ യൂസർ ഇൻ്റർഫേസിനെ കുറിച്ചാണ് നമ്മളിതിൽ പറയുന്നത്. ആൻഡ്രോയിഡ് യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇത് 4th ജനറേഷൻ യൂസർ ഇൻ്റർഫേസ് ഫ്രെയിംവർക്കാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C ബേസ്ഡ് ആയിരുന്നു. മൈക്രോസോഫ്റ്റ് വിൻഡോസ് APIs ആണ് ഫസ്റ്റ് ജനറേഷൻ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C++ ബേസ്ഡ് മൈക്രോസോഫ്റ്റ് ഫൗണ്ടേഷണൽ ക്ലാസ്സസ് MFC ആണ് യൂസ് ചെയ്തത്. അത് സെക്കൻഡ് ജനറേഷനാണ്. ജാവ ബേസ്ഡ് സ്ട്രിംഗ് UI ഫ്രെയിംവർക്ക് ആണ് തേർഡ് ജനറേഷൻ. ഓക്കെ, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് 4th ജനറേഷൻ UI ഫ്രെയിംവർക്കാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവ FX, മൈക്രോസോഫ്റ്റ് സിൽവർ ലൈറ്റ്, മോസില്ല, XML യൂസർ ഇൻ്റർഫേസ്, അതായത് XUML, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ 4th ജനറേഷൻ യൂസർ ഇൻ്റർഫേസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഈ ആൻഡ്രോയിഡിൻ്റെ ഫയലുകളൊക്കെ എന്താണ്, XML ഫയലായിട്ടാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇതിൻ്റെ കോഡ് ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ കൺട്രോൾസൊക്കെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇതിനെന്താ XML വ്യൂ ആണ് ഇതിൽ വരുന്നത്. കൺട്രോൾസൊക്കെ നമ്മൾ XML ആയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രിങ് അതിക്കുള്ള സ്ട്രിങ്ങും കാര്യങ്ങളൊക്കെ റിസോഴ്സ് ഫയൽ സ്ട്രിങ്ങിലെ സംഭവങ്ങളൊക്കെ എന്താണ് XML ഫയലായിട്ടാണ് എല്ലാം വരുന്നത്. എല്ലാം XML ഫയലായിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ മെന്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മൾ കണ്ടത് എല്ലാം എന്താണ്, XML ഫയലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് XML ഫയൽ ട്രാൻസാക്ഷൻസും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ 4th ജനറേഷൻ യൂസർ ഇൻ്റർഫേസിൽ UI ഫ്രെയിംവർക്കിൽ നടക്കുന്നത്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ സ്ക്രീൻ ഓർ വിൻഡോ ഇൻ ആൻഡ്രോയിഡ് ഓഫൺ റെഫേഴ്സ് ആസ് ആക്ടിവിറ്റി. അപ്പോൾ എന്താ, നമ്മൾ ഈ സ്ക്രീനിനെ നമ്മൾ അല്ലെങ്കിൽ വിൻഡോനെ നമ്മൾ പറയാം ആക്ടിവിറ്റി എന്നാണ് പറയാം. ഓക്കെ, ആക്ടിവിറ്റി എന്നാണ് പറയാം. അതേപോലെ തന്നെ വിച്ച് കംപ്രസ് മൾട്ടിപ്പിൾ വ്യൂ ദാറ്റ് യൂസേഴ്സ് നീഡ് ടു ഓർഡർ, അതായത് മൾട്ടിപ്പിൾ വ്യൂസും കാര്യങ്ങളൊക്കെ അതിൽ വരും. അപ്പോൾ അതേപോലെ തന്നെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വ്യൂ ആർ ആൻഡ്രോയിഡ് ബേസ്ഡ് യൂസർ ഇൻ്റർഫേസ് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബട്ടൺസ്, കൺട്രോൾസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമല്ലേ. ഇപ്പോൾ ഒന്നുകൂടി പറയാൻ വെച്ചെങ്കിൽ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യലി എന്താണ് ഒരു ക്യാൻവാസ്, പെയിൻറ്റിങ്, അതേപോലെ തന്നെ യൂസർ ഇൻട്രാക്ഷൻസ് ഒക്കെ ആയിട്ടില്ലേ, ഇങ്ങനത്തെ സംഭവത്തിന് നമ്മൾ എന്ത് പറയാം, വ്യൂ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കോമ്പിനേഷൻസ് ഓഫ് വ്യൂവിനെ നമ്മൾ പറയാം അല്ലേ, കോമ്പിനേഷൻ ഓഫ് വ്യൂവിനെ നമ്മൾ പറയാം വ്യൂ ഗ്രൂപ്പ് എന്നാണ് പറയാം. ഓക്കെ, വ്യൂ ഗ്രൂപ്പ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഇതിൻ്റെ അപ്പുറത്ത് ഒന്നുകൂടി വൈഡായിട്ട് നമുക്കൊന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് 3.0 ഒരു ന്യൂ കൺസെപ്റ്റ് UIയിൽ യൂസർ ഇൻ്റർഫേസിൽ ഒരു പുതിയ കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഫ്രെയിംവർക്ക്, അതായത് ഫ്രാഗ്മെൻറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അത് ഫ്രാഗ്മെൻ്റ് ആണ്. ഫ്രാഗ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പുതിയൊരു കൺസെപ്റ്റ് എന്തുണ്ട് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അഡീഷണൽ ഫങ്ഷനാലിറ്റി കോമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അഡീഷണൽ ഫങ്ഷനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർ ബിൽഡിംഗ് ബ്ലോക്സ് ഓർ ഫണ്ടമെൻ്റൽ കോമ്പോണൻറ്റ്സ്. ഓക്കെ, ആൻഡ്രോയിഡ് ഫൗണ്ടേഷണൽ കോമ്പോണൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കോർ ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ കോമ്പോണൻറ്റ്സ്. അതെന്തൊക്കെയാണ് വരുന്നത്, ആക്ടിവിറ്റി, വ്യൂ, ഇൻറ്റൻറ്റ്, സർവീസസ്, അതേപോലെ തന്നെ കണ്ടൻറ്റ് പ്രൊവൈഡർ, ഫ്രാഗ്മെൻറ്റ്സ്, അതേപോലെ തന്നെ ആൻഡ്രോയിഡ് manifesto.xml ഫയൽ. ഈ സംഭവങ്ങളെയൊക്കെയാണ് നമ്മൾ പറയുന്നത് ഫൗണ്ടേഷണൽ കോമ്പോണൻറ്റ്സ് അല്ലെങ്കിൽ കോർ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്.
ഓക്കെ, അതിൽ ആക്ടിവിറ്റി എന്താണെന്നില്ല നോക്കാം. ആൻഡ് ആക്ടിവിറ്റി ഈസ് എ ക്ലാസ് ദാറ്റ് റെപ്രസെൻറ്റ് എ സിംഗിൾ സ്ക്രീൻ. ഇറ്റ് ഈസ് ലൈക്ക് എ ഫ്രെയിം ഇൻ AWT. AWTയിൽ ഒരു ഫ്രെയിം എന്താണോ അതുപോലത്തെ ഒരു സംഭവമാണ് ആൻഡ്രോയിഡിൽ എന്താണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഫൗണ്ടേഷണൽ കോമ്പോണൻസ് ആണ്. അതിൽ ഫസ്റ്റത്തെ എന്താണ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ ക്ലാസ് ദാറ്റ് റെപ്രസെൻറ്റ് എ സിംഗിൾ സ്ക്രീൻ. ഒരു സിംഗിൾ സ്ക്രീനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ്സിന് നമ്മൾ എന്ത് പറയുക ആക്ടിവിറ്റി. അതായത് AWTയിൽ ഫ്രെയിം എന്താണോ അതുപോലെ. അതേപോലെ തന്നെ വ്യൂ. എ വ്യൂ ഇൻ എ യൂസർ ഇൻ്റർഫേസ് എലമെൻറ്റ് സച്ച് ആസ് ബട്ടൺ, ലേബൽ, ടെക്സ്റ്റ് ഫീൽഡ്, അങ്ങനത്തെ എനിത്തിങ് ദാറ്റ് യു സീൻ ഇൻ വ്യൂവിൽ നമുക്ക് എന്താ പറ്റും, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബട്ടൺസ്, ടെക്സ്റ്റ് ബോക്സ്, ഇങ്ങനത്തെ ഒക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയാം, വ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ആ എലമെൻറ്റിനെ നമ്മൾ പറയാം യൂസർ UI എലമെൻറ്റിനെ നമ്മൾ പറയാം വ്യൂ ഈസ് എ യൂസർ എലമെൻറ്റ് സച്ച് ആസ് ബട്ടൺസ്, ലേബൽസ്, അതേപോലെ തന്നെ ടെക്സ്റ്റ് ഫീൽഡ്സ്. ഓക്കെ, അടുത്തത് ഇൻറ്റൻറ്റ്. Intent is used to invoke components. It is mainly used to start an service, launch an activity, display a web page, display a list of content, broadcast message, dial up phone call, etc. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈസിൻ്റെ IP അഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യാനുള്ളൊരു പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. IP അഡ്രസ്സ് അല്ല, നമ്മൾ മെന്യൂസിൻ്റെ പ്രോഗ്രാം നമ്മൾ ചെയ്ത സമയത്ത് കട്ട്, കോപ്പി, പേസ്റ്റ് ഒക്കെ ചെയ്ത സമയത്ത് ഞാൻ എക്സ്ട്രാ ഒരു മെനു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ ഗൂഗിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ പേജ് എന്ത് ചെയ്തിരുന്നു, നമ്മൾ ഡിവൈസിൽ ലോഡ് ചെയ്ത് വന്നിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇൻറ്റൻറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ സെയിം സംഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത്, ഇൻറ്റൻറ്റ് എന്ന് ഓർത്തിട്ട് അതിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ന്യൂ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻറ്റൻറ്റ് ഡോട്ട് ആക്ഷൻ വ്യൂ എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർട്ടീസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്താ ഇൻറ്റൻറ്റ് സെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മൾ ലോഡ് ചെയ്യേണ്ട ഏതാണോ നമ്മൾ URL ചെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ അത് കഴിഞ്ഞ ശേഷം എന്താ പറയുക, സ്റ്റാർട്ട് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒബ്ജക്റ്റിൻ്റെ പേര് കൊടുക്കുന്ന സമയത്ത് ഇത് ലോഡ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, എന്നിട്ട് എന്ത് ചെയ്യും, അതേപോലെ തന്നെ ലോഞ്ച് ആൻഡ് ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റി എന്ത് ചെയ്യും, ലോഞ്ച് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ അതിലെ വെബ് പേജ് ഏതാണെന്ന് വെച്ചെങ്കിൽ ആ വെബ് പേജ് നമുക്ക് എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സർവീസ് ഈസ് എ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ദാറ്റ് ക്യാൻ റൺ ഫോർ എ ലോങ് ടൈം. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതൊരു ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സാണ് നടക്കുന്നത്. ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സാണ് സർവീസ് എന്ന് പറഞ്ഞത്. ഈ സർവീസിന് 2 ടൈപ്പ് ഉണ്ട്. ലോക്കൽ സർവീസും ഉണ്ട്, സർവീസ് ലോക്കലും ഉണ്ട്, അതേപോലെ തന്നെ റിമോട്ടും ഉണ്ട്. ലോക്കൽ സർവീസ് ഈസ് ആക്സസ്ഡ് ഫ്രം വിത്തിൻ ദ ആപ്ലിക്കേഷൻ. വിത്തിൻ ആപ്ലിക്കേഷൻസിൽ നടക്കുന്ന ആപ്ലിക്കേഷൻസിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവത്തിന് നമ്മൾ എന്താ സർവീസിന് ലോക്കൽ സർവീസ് എന്നാണ് പറയുന്നത്. വേറാസ് എ റിമോട്ട് സർവീസ് ഈസ് ആക്സസ്ഡ് റിമോട്ട്ലി ഫ്രം അതർ ആപ്ലിക്കേഷൻ റണ്ണിങ് ഓൺ ദ സെയിം ഡിവൈസ്. ഓക്കെ, അതാണ് റിമോട്ട് സർവീസ് എന്ന് പറയുന്നത്. അടുത്തത് കണ്ടൻറ്റ് പ്രൊവൈഡർ. കണ്ടൻറ്റ് പ്രൊവൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡാറ്റ ഷെയറിങ് ബിറ്റ്വീൻ 2 ആപ്ലിക്കേഷൻസ്. അതായത് 2 ആപ്ലിക്കേഷൻസ് തമ്മിലുള്ള ഡാറ്റ ഷെയറിങ്ങിനാണ് ഈ കണ്ടൻറ്റ് പ്രൊവൈഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടൻറ്റ് പ്രൊവൈഡർ 2 ഡിവൈസുകൾ തമ്മിലുള്ള ഡാറ്റ ഷെയറിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് എന്താണ്, ഫ്രാഗ്മെൻറ്റ് നമ്മൾ പറഞ്ഞിരുന്നു, ആൻഡ്രോയിഡ് 3.0 വന്നൊരു UI ആണ് എന്താണ് ഫ്രാഗ്മെൻറ്റ് ആർ ലൈക്ക് എ പാർട്ട് ഓഫ് ആക്ടിവിറ്റി. ഫ്രാഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ആക്ടിവിറ്റി തന്നെയാണ്. എന്താണ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ആക്ടിവിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു സിംഗിൾ സ്ക്രീനാണ്. AWTയിൽ എന്താണോ ഫ്രെയിം അതാണ് നമ്മൾ എന്ത് പറയുന്നത് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഫ്രാഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജസ്റ്റ് ലൈക്ക് ആക്ടിവിറ്റീനെ പോലെ തന്നെ ഒരു സംഭവമാണ്. ആക്ടിവിറ്റി ക്യാൻ ഡിസ്പ്ലേ 1 or more ഫ്രാഗ്മെൻറ്റ് ഓൺ ദ സ്ക്രീൻ അറ്റ് എ സെയിം ടൈം. ഒറ്റ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 അതിൽ കൂടുതൽ ഫ്രാഗ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും ഫ്രാഗ്മെൻറ്റ്. ഓക്കെ, പിന്നെ അടുത്തത് അഡീഷണൽ കോമ്പോണൻസ് ആണ്. അഡീഷണൽ കോമ്പോണൻസ് നമ്മൾ ഫ്രാഗ്മെൻറ്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. വ്യൂ എന്താണെന്നില്ല നമ്മൾ പറഞ്ഞു. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വ്യൂ ഈസ് എ യൂസർ എലമെൻറ്റ് സച്ച് ആസ് ബട്ടണ്, ലേബൽ, ഇങ്ങനത്തെ സംഭവത്തിന് നമ്മളെന്ത് വ്യൂ അറിയും. ലേ ഔട്ട് വ്യൂ ഹൈറാർക്കി ദാറ്റ് കൺട്രോൾ സ്ക്രീൻ
ഫോർമാറ്റ് ആസ് അപ്പിയർ ഓൺ ദ വ്യൂ. ഓക്കെ, ലേഔട്ട് നമ്മൾ അറിയാലോ, ഗ്രാഫിക്കൽ ലേഔട്ടും കാര്യം നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രാഫിക്കൽ ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ലേഔട്ട് XML ഫയലിൻ്റെ ഗ്രാഫിക്കലായിട്ട് നമ്മൾ എങ്ങനെ കാണുക എന്നുള്ളത് ചെയ്തതിനാണ് ലേഔട്ട്. അപ്പോൾ നമ്മൾ ചെയ്ത സംഭവം എന്താണെന്നുള്ളത് കാണിക്കാനുള്ളതായിരുന്നു ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് സംഭവം. റിസോഴ്സസ് നമുക്കറിയാം. റിസോഴ്സസ് എന്താ, നമ്മൾ എന്ത് ചെയ്യുക, റിസോഴ്സസിലാണ് നമ്മൾ സ്ട്രിങ്ങിൻ്റെ, അതായത് നമ്മളിപ്പോൾ ഒരു ബട്ടണിന് ഒരു പേര് കൊടുക്കുകയാണ്, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് വ്യൂക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ഒരു പേര് കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയങ്ങളിൽ ആ സ്ട്രിങ്ങൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, റിസോഴ്സസിൽ പോയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ റിസോഴ്സസിൽ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. മെനു ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ വാല്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, വാല്യൂസ് എന്ന് പറഞ്ഞ റിസോഴ്സസിൻ്റെ അണ്ടറിൽ string.xml നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എക്സ്റ്റേണൽ എലമെൻറ്റ്സ് ഇല്ലേ, എക്സ്റ്റേണൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസിൻ്റെ എക്സ്റ്റേണൽ എലമെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, റിസോഴ്സസ് എന്ന് പറഞ്ഞത്. അതായത് സ്ട്രിങ്, കോൺസ്റ്റൻസ്, ഇങ്ങനത്തെ മെന്യൂസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അതിന് പറയുന്നത് റിസോഴ്സസ് എന്ന് പറയുന്നത്. പിന്നെ ആൻഡ്രോയിഡ് manifesto.xml ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ്. അതായത് ഇപ്പോൾ ജാവ W2E എന്താ, 2E web.xml ഫയൽ എന്താണോ അതുപോലെ. ഇപ്പോൾ ഉദാഹരണം പറയാൻ വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ആൻഡ്രോയിഡ് manifesto.xml എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈസസിൻ്റെ IP അഡ്രസ്സ് കാണിക്കാനുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ നമ്മൾ മാനിഫെസ്റ്റോ ഫയലിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പെർമിഷനൊക്കെ നമ്മൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു സംഭവം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തേ ഉള്ളൂ, IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ആൻഡ്രോയിഡ് manifesto.xml ഫയലിലാണ് ഉണ്ടാവുക. ഓക്കെ, അത് അതിൻ്റെ ബേസ് ആയിട്ടുള്ള സംഭവമാണ് അതിൽ വരുന്നത്. അതിലാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവുക. ഓക്കെ, അതും ഒരു XML ഫയലാണ്. ഓക്കെ, ഇനി അടുത്തത് ആൻഡ്രോയിഡ് ജാവ പാക്കേജസ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിൽ നമുക്ക് പറയാം. ഓക്കെ.